നമുക്കൊരു ചട്ടിച്ചോറ് ഉണ്ടാക്കിയാലോ? വായോ. ആദ്യം നമുക്ക് ഒരു ചെമ്മീൻ മുളകിട്ടത് ഉണ്ടാക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പുളിവെള്ളം, പച്ചമുളക്, തക്കാളി, മല്ലിച്ചപ്പ്, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, ചെറിയുള്ളി. അതിൻ്റെ ഇടയ്ക്കൊരു ചെറിയ കൈ വന്നോ? നിങ്ങൾ വിചാരിക്കും ഓന ഉണ്ടാക്കിയെന്ന്. ഓനല്ല കേട്ടോ, ഞാനാണ് ഉണ്ടാക്കിയത്. ഓനെൻ്റെ കൂടെ സഹായത്തിന് ഇരുന്നതേ ഉള്ളൂ. ആദ്യം നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കുക. അത് ചൂടായെന്ന് കണ്ടാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായെന്ന് കണ്ടാൽ അതിലേക്ക് ഉലുവ പൊട്ടിക്കുക. ഉലുവ പൊട്ടിയതിന് ശേഷം അതിലേക്ക് ചെറിയുള്ളി മുറിച്ചിട്ടത് ഇടുക. അതൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റി കൊടുക്കുക. ബ്രൗൺ കളറായതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അതൊന്നുകൂടി വഴറ്റി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ച കുത്ത് മാറുന്നത് വരെ. അതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ടതിന് ശേഷം ഒന്നുകൂടി വഴറ്റി കൊടുക്കുക. എന്നതിന് ശേഷം അതിലേക്ക് ഞാൻ മുറിച്ചിട്ട് വെച്ച പച്ചമുളകും തക്കാളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 മീഡിയം സൈസ് ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ പുളിവെള്ളം ഒഴിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് അത്ര മീഡിയം സൈസ് എടുത്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ പുളി കുറഞ്ഞ ആൾക്കാർ ഇഷ്ടമുണ്ടാവും. അത് നിങ്ങളെ ഇഷ്ടം പോലെ തക്കാളീൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിന് ശേഷം ഒന്ന് ഉപ്പിട്ട് വേവിക്കുക. തക്കാളീൻ്റെ പച്ച മണം മാറുന്നത് വരെ വേവിച്ചതിന് ശേഷം അതിലേക്ക് വെന്ത പരുവായെന്ന് കണ്ടാൽ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് മുളക് പൊടി ഇടുക. മുളക് പൊടി ഇട്ടതിന് ശേഷം ഒന്നുകൂടി വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് പുളിവെള്ളം, പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം ഒഴിക്കുക. ഞാൻ പുളി ഊറ്റി വെച്ചതാണ്, അത് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി എല്ലാം മിക്സ് ചെയ്യുന്ന പാകത്തിലൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ അതിലേക്ക് ഇടുക. ചെമ്മീൻ ഇട്ടതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഒരു 10-15 മിനിറ്റ് അതൊന്ന് നല്ലോണം വേവിക്കുക. ഒരു 20 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചോട്ടെ. ചെമ്മീൻ വേവുണ്ട്. അപ്പോൾ ഒന്ന് വേവിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിച്ചതിന് ശേഷം ഇതൊന്ന് വറ്റി വന്നതിന് ശേഷം അതിലേക്ക് ചെറുതായി മുറിച്ചിട്ട് വെച്ച മല്ലിച്ചപ്പിടുക. മല്ലിച്ചപ്പിട്ടാൽ നല്ല ടേസ്റ്റ് ആട്ടോ മുളകിട്ട കറിക്ക്. മല്ലിച്ചപ്പിട്ടതിന് ശേഷം അത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഉപ്പേരിയിലേക്ക് പോകാം. ആദ്യം നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയാം. പച്ചമുളക്, ബീട്രൂട്ടാണ്. ബീട്രൂട്ട്, പച്ചമുളക്, കറിവേപ്പില, വലിയുള്ളി. അതിന് ശേഷം ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിടുക. കടുകിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ബീട്രൂട്ട്, പച്ചമുളക്, കറിവേപ്പില, വലിയുള്ളി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഒന്ന് നല്ലോണം വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്ത് ഞാൻ ചെറുങ്ങനെ മുറിച്ചിട്ടതാണ്. അപ്പോൾ ഒന്ന് ചെറിയൊരു വേവുണ്ടാവും. മൂടി വെച്ച് വേവിക്കുക. പിന്നെ ഒരു കാര്യം, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ചെറിയ ബെല്ലില്ല അതൊന്ന് തൊടുക. ബെല്ല് അപ്പോൾ എന്തായി നല്ലോണം മൂടി വെച്ച് വേവിക്കുക. മൂടി വെച്ചതിന് ശേഷം ഉപ്പേരി നല്ല സ്വാദിഷ്ടമായി ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്. ഉപ്പേരി ചില ആൾക്കാർ തേങ്ങ ഇടുന്നുണ്ടാവും, ഞാൻ തേങ്ങ ഇടലില്ല. അപ്പോൾ നമുക്ക് മീൻ പൊരിച്ചതിലേക്ക് മസാല പുരട്ടാം. അതിനെനിക്ക് മാന്തയാണ് കിട്ടിയത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല, കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ടതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇതാക്കുന്നത്, മസാല പുരട്ടുന്നത്. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്നോട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഞാൻ പിന്നെയാണ് ഇടുന്നത്. അത് മറന്നുപോയതാണ്. അതിന് ശേഷമാണ് എനിക്ക് ഇതായത് പെരക്കി വെച്ചതിന് ശേഷമാണ് എനിക്ക് ഇടാൻ തോന്നിയത്. ഇഞ്ചി വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മസാല പുരട്ടി. അത് മീൻ പൊരിക്കുന്നത് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ചട്ടിച്ചോറിലേക്ക് പോകാം. അത് ചട്ടി വെക്കുക. ഇതിലേക്ക് ചോറിടുക. അതിലേക്ക് ഉപ്പേരി, ചെമ്മീൻ മുളകിട്ടത്, തൈര്, മീൻ പൊരിച്ചത്, മുട്ട പൊരിച്ചത്, പപ്പടം. അപ്പോൾ നല്ല സ്വാദിഷ്ടമായ ചട്ടിച്ചോറ് റെഡി. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. എന്നിട്ട് അഭിപ്രായം പറയണേ. കമൻറ്റ് ചെയ്യാൻ